ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പുതുവർഷത്തിലേക്കുള്ള ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നോ ഒക്കെ ഉള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയം എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക്? ഈ ഒരു വർഷത്തേക്ക് മുഴുവനുള്ള ഒരു ഗൈഡൻസ് ആണ്. നമുക്ക് ഈ ഒരു പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഞാൻ ഈ വീക്കിൽ തന്നെ ഇടാം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർഷത്തേക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ ഈ ഒരു വർഷത്തെ പൊതുവായിട്ടുള്ള എനർജി എന്തായിരിക്കും? ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. നൈറ്റിംഗെയിലാണ് ആദ്യം വന്നിട്ടുള്ളത്. മോത്ത് വന്നിട്ടുണ്ട്. പീകോക്ക്. മോർണിംഗ് ലിയോ ആണ് വന്നിട്ടുള്ളത്. മൗണ്ടെയിൻസ്, സ്പിരിറ്റ് ഫോക്സ്, മാജിക് ഗാർഡിയൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടാരോ നോക്കാം. ക്യൂൻ ഓഫ് കപ്സ്, 8 ഓഫ് വാൻഡ്സ്, എംപ്രസ്, ഡെത്ത് കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, 5 ഓഫ് വാൻഡ്സ്, ഹയറഫന്റ്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ്. ബോട്ടം വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് നൈറ്റിംഗെയിലാണ്. അപ്പോൾ നൈറ്റിംഗെയിൽ അറിയാമല്ലോ, രാപ്പാടി. അപ്പോൾ നമ്മളുടെ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു പവർ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇതിൽ പല ആൾക്കാരും പറയാനുള്ള പല കാര്യങ്ങളും പറയാതെ വേണ്ടാന്ന് വെച്ച് പോകുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറയേണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇത് ഒരു ത്രോട്ട് ചക്രയും കൂടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ത്രോട്ട് ചക്ര ഒരു ബ്ലോക്കേജസ്, അതായത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ചക്രാസിലാണ് ആദ്യം ഈ മോശം എനർജി, ആവശ്യമില്ലാത്ത എനർജി നമ്മളുടെ ചക്രാസിലാണ് ആദ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ചക്രാസ് എല്ലാം ബ്ലോക്കായി പോകും. അപ്പം നിങ്ങളുടെ ത്രോട്ട് ചക്രയിലുള്ള ഒരു എനർജി ബ്ലോക്കേജും ഉണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതിരുന്നു എങ്കിൽ അത് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്കിത് കിട്ടിയത്. അത് നൈറ്റിംഗെയിൽ ഉണ്ടല്ലോ, അതിങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ നിങ്ങളുടെ വോയിസിൻ്റെ പവർ മനസ്സിലാക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കൂടുതലും പാട്ട് പാടാൻ അറിയാവുന്നവർ ഒരു ഹീലിംഗ് എന്നതുപോലെ നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ ശബ്ദത്തെ ഉപയോഗിക്കാനാണ് പറയുന്നത്. ചിലപ്പം ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റുമായിരിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം ഉപയോഗിച്ച്, ഇപ്പോൾ സിംഗിങ് ബൗൾ പോലെയുള്ള കാര്യങ്ങളുണ്ട്, അത് വാങ്ങി നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നാലോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ആ സിംഗിങ് ബൗൾ ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ബൗളിൻ്റെ ആ ഒരു
എനർജി അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും പൊതുവെ. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പല രഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ രഹസ്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കുറേ കാലമായിട്ട് അറിയാൻ പറ്റാതിരുന്ന കുറേ രഹസ്യങ്ങൾ, നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഡിവൈൻ മെസ്സേജസ് വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നുള്ള മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ക്രോഡീകരിക്കാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഡിവൈൻ ഒരുപാട് മെസ്സേജസുകൾ തരുന്നുണ്ടായിരിക്കാം, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളത് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഈ നാച്ചുറുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടും. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ആ ഒരു നമുക്ക് ഡിവൈനുമായിട്ട് കിട്ടുന്ന ഒരു മെസ്സേജാണ്. അത് മറ്റാരും പറഞ്ഞു തരുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങുന്നൊരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കാം. അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം ചെയ്യാൻ പറ്റുന്നു എന്നും കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് മോത്താണ്. അപ്പോൾ മോത്തെന്ന് പറയുന്നത് നിശാശലഭം. അപ്പോൾ ഇത് രാത്രിയിൽ മാത്രം പുറത്ത് നടക്കുന്ന ഒരു ജീവിയാണത്, ഒരു പൂമ്പാറ്റ. അത് തന്നെയാണ്. പക്ഷേ ഇത് ഈ ശലഭങ്ങൾ ഒരുപാട് തരത്തിലുണ്ട്. ഈ ഒരു ശലഭം എന്ന് പറയുന്നത് രാത്രിയിൽ മാത്രമാണ് അത് ആക്റ്റീവായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വെളിച്ചം ഇല്ലാതിരിക്കുന്ന സമയത്താണ് അത് ആക്റ്റീവായിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ മാത്രം പുറത്തിറങ്ങിയിട്ട് ഈ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് അത് വരും. അങ്ങനെ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിനെ ഒരു ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു നിശാശലഭം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഴുവിൽ നിന്നും ആണ് ഈ പൂമ്പാറ്റ ഉണ്ടാകണമെന്ന് അറിയാമല്ലോ, അപ്പോൾ ശലഭം ഉണ്ടാകണത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെയിൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അതിൽ നിന്നും നിങ്ങൾ പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്നാണ്. അതാണ് പരിവർത്തനം. അപ്പോൾ പരിവർത്തനം സംഭവിക്കുന്നത് ഇപ്പോൾ ഈ മോത്തെന്ന് പറയുന്നത് അതൊരു പുഴുവായി, അത് പിന്നെ പൂമ്പാറ്റയായി. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് കുറേ ബുദ്ധിമുട്ടി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ മോത്ത് സൂചിപ്പിക്കുന്നത്. കാരണം ആ പ്രകാശത്തിലേക്ക് നിങ്ങൾ ഇപ്പം ഇരുട്ടിലാണുള്ളത്, ആ ഇരുട്ടിൽ നിന്നും നിങ്ങൾ പ്രകാശത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്, ലൈറ്റിലേക്ക് വരുന്നു എന്നാണ് ഈ മോത്ത് പറയുന്നത്. പിന്നെ പീക്കോക്കാണ്. അപ്പോൾ ഈ പീക്കോക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വിഷപ്പാമ്പുകളെ വിഴുങ്ങുന്ന ഒരു ജീവിയാണ് പീക്കോക്ക്. അതും എങ്ങനെയാണ് അത്രയും ഉഗ്രവിഷമുള്ള പാമ്പുകളെ മുറിവുണ്ടാക്കാതെ വിഴുങ്ങുന്നു എന്നുള്ളതാണ്, അതിൻ്റെ ഭക്ഷണമാക്കുന്നു. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റിയെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സ്ട്രഗിളൊക്കെയും നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ നിന്നും നിങ്ങൾക്കൊരു തിരിച്ചറിവും നിങ്ങൾക്കൊരു സ്ട്രെങ്തും ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു പബ്ലിക് റെക്കഗ്നിഷനൊക്കെ കിട്ടുന്നൊരു സമയം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് ആണ്. ന്യൂ മൂൺ ഇൻ ലിയോ. അപ്പോൾ ഇത് ചിങ്ങമാസമാണ്. മാത്രമല്ല ഈ പീക്കോക്കും മോത്തും നൈറ്റിംഗെയിലും ഒക്കെ ഫയർ സൈനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫയർ സൈൻ എന്ന് പറയുമ്പം ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ആവേശത്തിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവർ, അല്ലെങ്കിൽ വളരെ ഊർജം ഇല്ലാതെ നിങ്ങൾക്ക്
പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ബ്ലോക്ക് ആയിരിക്കുന്ന ആൾക്കാരെല്ലാം വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ന്യൂ മൂൺ ലിയോ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സിംഹമാണ്. അപ്പോൾ ഈ ഒരു മാസം തുടങ്ങി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും എന്നാണ് കാണുന്നത്. അത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയാനും നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ മാജിക് ഗാർഡിയൻ ആണ്, അൺലോക്ക് ദ മാജിക് വിത്തിൻ ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മാജിക്കിനെ അൺലോക്ക് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് മാജിക് ഉണ്ട്, പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മാജിക്കിനെ നിങ്ങൾ അത് അൺലോക്ക് ചെയ്യണം, അത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ ഉറച്ചു നിൽക്കുക. ഇതിൽ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും പല ആൾക്കാരും ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അത് ചെയ്ത് പൂർത്തിയാക്കാതെ മാറി മാറി പോകുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങളിൽ പലർക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ കാലുറപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിന്നാൽ മാത്രമേ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വ്യതിചലിക്കാതിരിക്കുക, നമ്മൾ കാലുറപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ശരി, സമ്മർ വന്നിട്ടുണ്ട്. ബാസ്കിൻ ജോയ് ആൻഡ് ലൈറ്റ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലൈറ്റും സന്തോഷവും, അതായത് വെളിച്ചവും സന്തോഷവും കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊണ്ടുവരാനുള്ള ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ലൈറ്റ് കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും നിങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ സ്പിരിറ്റ് ഫോക്സ് ആണ്. ട്രസ്റ്റ് യുവർ ടാലൻസ് ആൻഡ് ചേഞ്ചിങ് ടൈംസ്. അപ്പോൾ നിങ്ങളുടെ ടാലന്റിൽ വിശ്വസിക്കുക, സമയം മാറുന്നത് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാവരും ഒരേ സമയം പോലെ അല്ല. നമുക്ക് ഇങ്ങനെ സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു, എപ്പോഴും ഒരുപോലെ അല്ല. അതും കൂടി മനസ്സിലാക്കുക. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു ഇന്നർ പീസ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സമയം. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആന്തരിക സൗഖ്യം, അതാണല്ലോ വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ഹീല് ചെയ്യാനുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്ത് ഒരു ഇന്നർ പീസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ഹീൽ ചെയ്ത് കൊടുക്കുക. പക്ഷേ ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതാകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഗൈഡൻസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഒരു ചിങ്ങമാസത്തിൽ ഈ ഒരു വർഷത്തേക്കുള്ള നമുക്ക് അത് അടുത്ത് ഞാൻ ഈ ഒരു വർഷഫലം ഞാൻ ഇടാം. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഹീൽ ചെയ്യണം, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി കൂട്ടണം, നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണം. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ് ഈ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പീക്കോക്കിനെ പോലെ ആയിരിക്കണം. നമ്മളെ ഏറ്റവും വലിയ നെഗറ്റീവിനെ ഏറ്റവും പോസിറ്റീവാക്കി എടുക്കാൻ പറ്റണം. വിഷപ്പാമ്പുകളെ ഈ വിഷം പുറത്ത് വരാതെ, അല്ലെങ്കിൽ വിഷം എന്ന് പറയുന്ന ആ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മളതിനെ ശരിക്കും ഇല്ലാതാക്കി കളയണം എന്നുള്ളതാണ്. അപ്പം അതിനെ തന്നെ ഭക്ഷണമാക്കുന്ന ജീവികളെയാണ് നമ്മൾ അനുകരിക്കേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഈ ഒരു സമയം നിങ്ങൾ മനസ്സ് വെച്ച് അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. എംപ്രസിൻ്റെ എനർജിയാണ്. ഇതിൽ കൂടുതലും ഫെമിനൈൻ എനർജിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. എംപ്രസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റാക്കിൾസ്, ഹൈ പ്രീസ്റ്റസ് ഒക്കെ. ഇതെല്ലാം ഒരു ഫെമിനൈൻ എനർജിയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പം ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്റ്റീവ് ആക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആ ഒരു സോളാർ പ്ലെക്സസിലൂടെയാണ്. അപ്പം അതിൽ ബ്ലോക്കേജസ് ഉണ്ടായ പല കാര്യങ്ങളും നടക്കൂല. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകും. അപ്പോൾ എല്ലാവരും സോളാർ പ്ലെക്സസിലേക്ക് കൂടുതൽ, അതായത് മണിപൂര ചക്രത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെയുള്ള നെഗറ്റീവ്, നമ്മൾ പല വ്യക്തികളുമായിട്ടുള്ള കോഡ് കണക്റ്റഡ് ആയിരിക്കുന്നത് സോളാർ പ്ലെക്സസിലൂടെയാണ്. പല കാര്യങ്ങളുമായിട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് സോളാർ പ്ലെക്സസിലൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾ കോഡ് കട്ടിങ് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അൺവാണ്ടഡ് എനർജിയെ കോഡ് കട്ട് ചെയ്ത് മാറ്റിക്കളയുക. പിന്നെ എംപ്രസിൻ്റെ എനർജിയാണ്. അപ്പോൾ
ഇത് ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുതിയ ഒരു പ്രോജക്റ്റ്, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എങ്ങനെ ഉണ്ടാക്കാം, അതായത് നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ സമയം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വിഷപ്പാമ്പിനെ മയില് കഴിക്കുന്നത്, ഭക്ഷണമാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ നെഗറ്റീവിനെ, ആ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എംപ്രസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു എൻഡിങ് ആണ്, പുതിയ തുടക്കമാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ സ്പിരിച്വൽ എവേക്കണിങ്ങിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉറച്ചു നിൽക്കുക. പലരും പല കാര്യങ്ങളും ചെയ്ത് പകുതിയാക്കി പോകുന്ന ആൾക്കാരുണ്ട്. ക്രിയായോഗ ചെയ്ത് പകുതിയാക്കി പോകുന്ന ആൾക്കാരുണ്ട്. വേറെ ഏതെങ്കിലും ഹീലിംഗ് ടെക്നിക്സ് പഠിച്ചിട്ട് പകുതിയാക്കി പോകുന്ന ആൾക്കാരുണ്ട്. മെഡിറ്റേഷൻ ചെയ്തിട്ട് ആക്കി മാറ്റി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനകൾ ചെയ്യുന്നതും നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ആക്ഷൻ എടുത്ത് തന്നെ മുന്നോട്ട് പോകാനാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കേണ്ട ആൾക്കാരല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഡയറക്ഷൻ അനുസരിച്ച്, അത് ഡിവൈൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരും എന്നുള്ളതാണ്. ആ മെസ്സേജസ് നിങ്ങൾക്ക് ഒന്ന് അത് എടുക്കാൻ പറ്റണം. ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനാണ് ഈ പ്രാർത്ഥനകളും മെഡിറ്റേഷനും ഒക്കെ വേണമെന്ന് പറയുന്നത്. 5 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. കുറേ ഒബ്സ്റ്റക്കിൾസും സ്ട്രഗിൾസും ഒക്കെ നിങ്ങൾക്ക് വരും, പക്ഷെ നിങ്ങൾ അതിൽ വിജയിക്കും എന്നാണ് ഹയറഫന്റ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ശക്തിയും കഴിവും ഒക്കെ വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു അറിവ് ഉപയോഗിച്ച് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണം എന്നാണ്. ഹയറഫന്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടീച്ചറാണ്. ബുധന്റെ ഒരു സംഖ്യയാണത്. അപ്പം ബുധൻ എന്ന് വെച്ചാൽ നമുക്ക് അറിവ് തരുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ അറിവ് നേടി ഈ ഒബ്സ്റ്റക്കിൾസിനെ നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്തു വരണം എന്നുള്ളതാണ്. പലർക്കും അത് അറിയില്ലായിരിക്കും, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് അറിയില്ലാത്ത ആൾക്കാർക്ക് അതിന് വേണ്ട അറിവ് നേടുക എന്നുള്ളതാണ്. മൂൺ കാർഡാണ്. വീണ്ടും സൈക്കിക് എബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നേച്ചറുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകാൻ തന്നെ ചെയ്യുക, കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും, പല സ്പിരിച്വൽ വർക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. അതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ പുതിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് നേടും എന്നുള്ളതാണ്. ഇതുപോലെ കേൾക്കാത്ത പല കാര്യങ്ങളും, പല ഹീലിംഗ് ടെക്നിക്സും ഒക്കെ നിങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യും. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അതും ഒരു വളരെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള ഒരു ആളാണ്, ഒരു സൈക്കിക് പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഫെമിനൈൻ എനർജിയെ കൂടുതൽ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഹീലറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്കുലിൻ എനർജിയാണ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഫെമിനൈൻ എനർജിക്കാണ്, അതായത് ക്യൂൻ ഓഫ് കപ്സിനാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി, നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് ജ്ഞാനവും പിന്നെ നിഗൂഢ ശാസ്ത്രങ്ങളിലുള്ള നിങ്ങളുടെ അറിവും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ഈ ഒരു വർഷത്തേക്കുള്ളൊരു ഗൈഡൻസ് ആണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.